ഞങ്ങൾ ഏറ്റുമാനൂർ വരെ പോവുക. ഞാനും ഉണ്ട്, ശിവാനിയുണ്ട്, നിവിയുണ്ട്. നിവിയ എവിടെ പോയാലും മുരുകനോട് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അത് പറയാനായിട്ട് പോയതാ. ശിവാനിയുടെ ബഹളം കാരണം സത്യം പറഞ്ഞ ഇന്ന് പോകുന്നത് തന്നെ. എന്താ സംഭവം എന്ന് വഴിയെ കണ്ടറിഞ്ഞു. പോയ വഴി പെട്രോൾ കുറവായിരുന്നുകൊണ്ട് പിന്നെ നമ്പ്യാവളത്ത് പമ്പിൽ കയറി. ഞാൻ സ്ഥിരം കയറുന്ന പമ്പ കേട്ടോ. ജിമ്മ് കഴിഞ്ഞ് നേരെ ഇവിടെ വന്ന് കയറി പെട്രോൾ അടിച്ചുകൊണ്ട് പോകാറാ പതിവ്. പിന്നെ പമ്പിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുമ്പിലേക്ക് പോയപ്പോഴത്തേക്ക് അവിടെ പച്ചക്കറി കിറ്റ് വിൽക്കുന്നുണ്ട്. പിന്നെ വണ്ടി നിർത്തിപ്പോയി ഒരു കിറ്റ് വാങ്ങി കേട്ടോ. ഇങ്ങനെ കിറ്റായിട്ട് വാങ്ങിയിട്ട് ഒത്തിരി നാളായി. ഞാൻ സാധാരണ ലൂസായിട്ടോ വാങ്ങത്തുള്ളൂ കടയിൽ നിന്ന്. വഴി ക്രോസ് ചെയ്യാൻ കുറേ നേരം എടുത്തു. ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഏറ്റുമാനൂർക്ക് പോയി. ഏറ്റുമാനൂർ അമ്പലത്തിനോട് ചെന്നപ്പം നിവിക്ക് പൈസ ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി പൈസ ഇട്ടു. അവിടെ ഒരു അമ്മ നിൽപ്പുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് ചെറിയൊരു പൈസ കൊടുത്തു. എന്നിട്ട് ആ അമ്മയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഉടുപ്പയാണ്ട് പറ്റിയിരുന്നൊക്കെ തൂത്ത് കളയുന്നുണ്ട് നിലത്തുനിന്ന് ഒരു പേപ്പറൊക്കെ എടുത്ത്. പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഹാങ് ഔട്ടിലാണ് പോയത്. ഇങ്ങോട്ട് പോരാനാണ് ശിവാനി വേറെ വന്നത്. കഴിഞ്ഞ ദിവസം തുണി എടുക്കാനായിട്ട് ആ മഞ്ഞൂരിൽ പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഹാങ് ഔട്ട് കാണാം. പാർക്ക് അവള് കണ്ടുപിടിച്ച്. ഞാനത് അങ്ങനെ കണ്ടിട്ടില്ല. അവിടെ ഫുഡ് കഴിക്കാൻ പാർക്ക് ഉണ്ടെന്നറിയാം, അതിന്റെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. 80 രൂപ ഒരാൾക്ക് ടിക്കറ്റ്. അങ്ങനെ ശിവാനിക്ക് ആദ്യം നിറങ്ങാൻ നല്ല പേടിയായിരുന്നേ. ഒന്ന് സംഭവം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടി നടന്ന് കയറുക. അതിനിടയ്ക്ക് ഒരു കുഞ്ഞു ചെറുക്കനും വന്ന് കയറി. അവനൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു. എപ്പോഴും ഇവിടെ വരുന്നതായിരിക്കും. ഞങ്ങൾക്ക് പേടിയായിപ്പോയി ആ ചെറുക്കൻ കയറുന്ന കണ്ടിട്ട്. ശിവാനി പിന്നെ ഓടി നടന്ന് എല്ലാത്തിനകത്തും കയറുക. ഇന്ന് ഇറങ്ങി കളിക്കാനുള്ള സാധനം പല ടൈപ്പ് ഉണ്ട്. വലിയ കുഴല് പോലത്തെ എല്ലാം നല്ല പൊക്കത്തുനിന്ന് വരുന്നുണ്ട്. അവത്തെ ഞാൻ കയറ്റിയില്ല, എനിക്ക് പേടിയായിരുന്നു. അതുവഴി ഒരു വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. കയറി ഇരുന്നിട്ട് നമുക്കിങ്ങനെ റിമോട്ടെ ഓടിക്കാവുന്ന സെറ്റപ്പ്. അതിന് കയറണമെങ്കിൽ വേറെ എക്സ്ട്രാ പൈസ കൊടുക്കണം. പിന്നെ ഈ പൂളിൽ ഇറങ്ങുന്നതിനൊക്കെ വേറെ പൈസയാവും. പൂളിൽ ഇറങ്ങാനുള്ള സെറ്റപ്പിലൊന്നും അല്ല വന്നേ. അതുകൊണ്ട് പിന്നെ പൂളിൽ ഇറങ്ങിയില്ല. പിന്നെ ശിവാനി ഊഞ്ഞാലും ഇതുപോലത്തെ ഇന്ന് ഇറങ്ങുന്ന സംഭവമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാനും കുറച്ചു നേരം അവിടെ കൂടെ കളിച്ച് ഒരു സന്തോഷത്തിന്. എനിക്കും ഭയങ്കര ഇഷ്ടം ഈ പരിപാടിയൊക്കെ. പേടി മാറിയതോടെ ശിവാനി ഓടി നടന്ന് എല്ലാത്തിലും കയറുക. എന്തേലൊക്കെ കയറണം നമുക്കൊരു ഐഡിയ ഇല്ല. പൂളിൽ ഇറങ്ങാൻ വേണ്ടി ഒന്ന് നോക്കി. ഞാൻ പിന്നെ വേറെ തുണിയില്ലാത്തതുകൊണ്ട് ഇറക്കിയില്ല. ഊഞ്ഞാലൊക്കെ കയറിയിരുന്ന് ആടുമായിരുന്നു. എന്നെ വിളിച്ചോണ്ട് പോയി നിരങ്ങാന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാനും പോയി അവത്തേലൊന്ന് കയറി. നമ്മൾ അവിടെ നിന്ന് ഇരുന്ന് കാലം നീട്ടുമ്പോഴേ താരം വരും. ശിവാനിക്ക് എന്തായാലും ഒത്തിരി സന്തോഷമായി. അവിടെ ഒരു കുഞ്ഞാടും ഒരു കോഴിയുടെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെയൊക്കെ പോയി കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുകയൊക്കെ. അവിടെ ഒരു തലയില്ലാത്ത പൂവങ്കോഴി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതിനെ വിളിച്ചവളെ കാണിച്ച് അതിന്റെ തല കുറുക്കം കൊണ്ടാന്ന് പറഞ്ഞ് പറ്റിച്ച് ഞാൻ അവളെ. ഒരു ചിമ്പാൻസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ തടി കഷ്ണമൊക്കെ വെച്ച് ഉണ്ടാക്കിയത്. അത് ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കിയായിരുന്നു എന്താ സംഭവം എന്ന് അറിയാനായിട്ട്. അപ്പോൾ അത് ഈ തടി കഷ്ണമാണ് ചെറിയ. ശിവാനിയാണെങ്കിൽ തുള്ളിച്ചാടി നടക്കുക. അവൾ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു സെറ്റപ്പിലൊക്കെ വരുന്നത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി അവൾക്ക്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് പോയി. അവിടെ ഫുഡ് സ്പോട്ടുണ്ട് ഇഷ്ടം പോലെ. ഞാനൊരു ഷവർമ്മ പറഞ്ഞ്, നിവ്യയ്ക്ക് ദോശ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദോശയും ഓംലെറ്റും ചമ്മന്തിയൊക്കെ പറഞ്ഞു. ശിവാനിക്ക് പിന്നെ ഐസ്ക്രീം മതി. ശിവാനിക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. സമയം പോയതുകൊണ്ട് പതിയെ ഇങ്ങി പോകുന്നു. അപ്പോൾ ഓക്കെ, ബായ്.